ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് സ്വീറ്റ് കോൺ വെച്ചുള്ള 3 ചാട്ട് റെസിപ്പികളാണ്. ഇനി റോഡ് സൈഡുകളിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 2 സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ വേവിച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കണമെന്നൊന്നും ആവശ്യമില്ല. വലിയ കുക്കറാണെന്നുണ്ടെങ്കിൽ 2-3 വിസിലടിപ്പിക്കുക. ചെറിയ കുക്കറാണെങ്കിൽ പെട്ടെന്ന് വിസിൽ പോകുമല്ലോ. ഒരു 3-4 വിസിലടിപ്പിക്കുക. വെന്ത ഉടനെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ടുള്ള 2 മെത്തേഡ് കാണിച്ചു തരാം. കനവുള്ള ചെറിയ കത്തി നോക്കിയെടുക്കുക. ഈ കോണിൻ്റെ ലൈൻ കാണുന്നില്ലേ, അതിനകത്തോട്ടൊന്ന് കടത്തി വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചാൽ മതി. ഈസി ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഫോർക്ക് ഇങ്ങനെ പിടിക്കണം. താഴേന്ന് മുകളിലോട്ട് ഓരോ ലൈൻ പോലെ അടുക്കി വെച്ചിട്ടില്ലേ, അതിനകത്തോട്ട് കടത്തി വിട്ടതിന് ശേഷം ഒന്ന് പൊക്കി വിട്ടാൽ മാത്രം മതി. ഈ 2 രീതി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കോണ് കട്ടാകാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചാട്ട് റെസിപ്പിയാണ്. 1 കപ്പ് കോൺ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതോട് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയൂടെ ചേർക്കുകയാണ്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കണം. കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കുകയാണ്. ആദ്യമേ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മസാലയൂടെ ചേർക്കാനുണ്ട്. ആ സവാളയും തക്കാളിയും വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് ചേർക്കാവുന്നതുമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചേർക്കാനുള്ളൊരു മസാലയാണ്. ഒരു കടായി ചൂടായിട്ടുണ്ട്. ബട്ടർ ചേർക്കുക. ഈ ഒരളവിന് 1 സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ച് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. തീരെ കുറച്ച് വയ്ക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ആ വീഡിയോ ഒന്ന് സ്കിപ്പായിട്ടുണ്ട്. ഈ ചേർക്കുന്നത് ഇപ്പി നൂഡിൽസ് മസാലയാണ് ചേർക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മാഗി നൂഡിൽസ് മസാലയായാലും ചേർത്താൽ മതിയേ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിലൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇതിന് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോണിനകത്തോട്ട് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ബട്ടർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ബട്ടറും കോണോടുള്ള ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലല്പം പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ചേർക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും മതി. ആ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നാരങ്ങ നീര് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചാട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി രണ്ടാമത്തെ ചാട്ട് റെഡിയാക്കാം. അതേപോലെ തന്നെ ബൗൾ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കോണിടുകയാണ്. ഈ അടുത്ത കോണിന് ഇച്ചിരി ചൂടുള്ളത് കാരണം ഞാൻ ബട്ടർ അങ്ങനെ ചേർക്കുവാണ്. ഇത് തന്നെ അങ്ങ് ഉരുകിക്കോളും. ചൂടില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ഉരുക്കി ഒഴിക്കുക. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മുളക് പൊടി അല്പം ചേർക്കുകയാണ്. എരിവുള്ളതോ എരിവില്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതലുള്ളത് കാരണം ഒരല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കുക. കുറച്ച് മല്ലിയിലയൂടെ ചേർക്കുക. ഒരു ചെറിയ സാലഡ് വെള്ളരിയാണ്. ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് അതോടെ ചേർക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഫ്ലേവർ വരുത്താനായിട്ട് ഇനി ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. അതോടെ ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് അല്പം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. രണ്ടാമത്തെ ചാട്ട് റെഡി ആയിട്ടുണ്ട്. ആ സാലഡ് വളരെ ഇങ്ങനെ ക്രഞ്ചി ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലതാണ്. ഈ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ളൊരു ചാട്ട് റെസിപ്പിയാണ് ഇത്. അല്പം മുളക് പൊടി ഒന്ന് വിതറിക്കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്.
ഇനി മൂന്നാമത്തെ ചാട്ട് റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീണ്ടും കടായി ചൂടായിട്ടുണ്ട്, കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഈ ബട്ടറും കോണോടുള്ളൊരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. ബട്ടർ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. വീണ്ടും 1 കപ്പ് കോൺ ചേർത്തിട്ടുണ്ട്. ഈ കോൺ ഈ ബട്ടറിനകത്ത് ഒരു 30 സെക്കൻഡ് നേരത്തേനെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ. ഇങ്ങനെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കണം. കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകില്ല. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അത്രയും മാത്രം മതി. ഇത് ഇത്രയേ ഉള്ളൂ ഈ സിമ്പിൾ റെസിപ്പി. ഇനി ഇതിൽ അല്പം നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചത്. അതും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ബട്ടർ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റാണ്. 3 ചാട്ട് റെസിപ്പീസും റെഡി ആയിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചാട്ട് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.